ഹലോ ആർട്ടിസ്റ്റ്, ഇറ്റ്സ് മീ ആർട്ടിസ്റ്റ് വിൻ ബാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്നെ ചെറുപ്പം മുതലേ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കോട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു പാഷനാണ് നമ്മുടെ ജോബായിട്ട് മാറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിലോ അത് വർക്ക് ചെയ്യുന്നതായിട്ടേ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഞാൻ മറ്റു ജോബിനും പോയിട്ടുള്ളതാണ്. സോ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു നമ്മൾ വർക്കിംഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഇത്ര ടൈം കൂടി കഴിയാനുള്ളൂ, ഇത്ര ദിവസം കൂടി ഉള്ളൂ ലീവ് കിട്ടാനായിട്ട്. ആ ഒരു തോട്ടിൽ മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ ഒരു നമ്മുടെ ഒരു ഇൻകം സോഴ്സ് ആയതുകൊണ്ട് മാത്രം നമ്മൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നവരായിരിക്കാം. പക്ഷെ അത് നമുക്ക് ഏറ്റവും നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്ക് വലിയ ഇൻകം ഉണ്ടാക്കി തരുന്നതെങ്കിലും ലൈഫ് എന്ത് മനോഹരമായിരിക്കും അല്ലേ? സോ ആ ഒരു രീതിയിലാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാതിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, റെഗുലറായിട്ട് ആർട്ട് വർക്കിൽ കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ അതിന് നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ കിട്ടുന്നവർ പോലും ഒരു ആർട്ടിനെ ഒരു മെയിൻ കരിയർ ആയിട്ട് കൊണ്ടുപോകാറില്ല. കാരണം അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന അധികം ആളുകളെ നമുക്ക് അറിയില്ല. റെഫറൻസ് എടുക്കാനോ അവരോട് അഡ്വൈസ് ചോദിക്കാനോ ബാക്കിയുള്ളവരെ കാണിച്ചു തരാനോ ഒന്നും അത്തരത്തിലുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമില്ല. അതെല്ലാം മറ്റേതെങ്കിലും ജോബിന്റെ കൂടെ നമുക്കൊരു പാർട്ടായിട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം ഒരു ആർട്ട് എന്നുള്ള പാഷനെ നമ്മുടെ പ്രൊഫഷൻ ആക്കാൻ പറ്റാതെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ഞാനും ആദ്യം ഇത്തരത്തിലാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു ജോലിക്ക് പോകണം, അതിൻ്റെ കൂടെ സൈഡായിട്ട് ആർട്ടിനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്കിതിൽ വലിയൊരു പോസിബിലിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒബ്രോൺ മാളിൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വന്നു തരുന്ന ആളുകൾ അവരുടെ ഫോട്ടോസ് തരുമ്പോൾ അത് വരച്ചു കൊടുക്കുന്ന വർക്കായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു 2 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്ന ആളുകൾ തരുന്ന ആർട്ട് വർക്കിൽ തന്നെ മന്ത്ലി ലക്ഷങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 12,000 ആയിരുന്നു. ഒരു ടൈമിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ഇട്ട് ഇറങ്ങി മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോട്ട് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. ആദ്യ ടൈമിൽ പോലെ റെഗുലറായിട്ട് ആർട്ട് വർക്കിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. 2-3 ദിവസം കൂടുന്ന സമയത്ത് മാത്രമേ 1-2 ആർട്ട് വർക്കിലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. സോ 2-3 ദിവസം കൂടുമ്പോൾ 2-3 മണിക്കൂർ ചെയ്യാനുള്ള ആർട്ട് വർക്ക് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ആ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 12 മണിക്കൂർ എല്ലാ ദിവസവും വർക്ക് ചെയ്ത് എനിക്ക് കിട്ടുന്ന ഇൻകത്തിനേക്കാളും വളരെ കൂടുതലായിരുന്നു ആ ഒരു ടൈമിൽ എനിക്കുണ്ടായിരുന്ന ഇൻകം എന്നുള്ളതാണ്. പലരും ഫെയിലായി പോകുന്ന ഒരു ഏരിയ കൂടി ഇതാണ്. എൻ്റെ മുന്നേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള പലരും എന്നെക്കാളിലൊക്കെ എത്രയോ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ വരച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ആണെന്ന് പോലും തോന്നിക്കുന്ന രീതിയിൽ വരയ്ക്കുന്ന ഒത്തിരി പേര് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒട്ടും വർക്കുകൾ കിട്ടാതെ മറ്റ് കൂലിപ്പണിക്കും മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അവരുടെ കയ്യിൽ വലിയൊരു സ്കിൽ തന്നെയുണ്ട്, അത് വാങ്ങാനായിട്ടുള്ള ഒത്തിരി പേരും അവിടെയുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ കണക്ഷൻ കിട്ടുന്നില്ല, ഇവർ തമ്മിൽ കണക്റ്റ് ആവുന്നില്ല. സോ അവിടെയാണ് നമ്മുടെ ഒരു ബിസിനസ്സും മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്കറിയാം, ഒരു ആർട്ട് എന്ന് പറയുന്നതും ബിസിനസ് പറയുന്നതും രണ്ടറ്റങ്ങൾ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്കും പണ്ട് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിനെ രണ്ടും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു സാധ്യത തന്നെ നമുക്കുണ്ട്. ഓഫ് കോഴ്സ്, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരിലോട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് നമുക്ക് ആർട്ട് വർക്കിൽ വന്നുകൊണ്ടിരിക്കും. ഓഫ് കോഴ്സ് വന്നുകൊണ്ടിരിക്കും. അത് വരാതിരിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. അത് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കണമെന്ന് മാത്രം. അതിനായിട്ട് എൻ്റെ ഒരു 2 ഹവർ ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ടായിരുന്നു. ഞാനൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അവിടെയുള്ള ബാക്കി വന്ന ബിസിനസ് ഓണേഴ്സ് എല്ലാം അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാനും ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എൻ്റെ ആർട്ട് വർക്കാണ് സെല് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ബാക്കിയുള്ളവർ ഒത്തിരി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി കുറേ എമൗണ്ട് വെച്ചുകൊണ്ട് മന്ത്ലി സാലറി എമൗണ്ടിൽ കുറേ പേർക്ക് ഒത്തിരി എമൗണ്ട് കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാലും
വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ എൻ്റെ കേസിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ചിലവ് വരുന്നത് വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ്. കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. സോ ഈ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ, ഒരു ചെറുകിട ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ ഒരാളുള്ളതിനേക്കാളും എത്രയോ ബെനിഫിറ്റ് ആണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അത് ആ ഒരു ടൈമിൽ ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈം കഴിയുന്ന സമയത്ത് നമുക്ക് ഇത് തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യ ടൈമിൽ നമുക്ക് ഒത്തിരി വർക്കുകൾ കിട്ടും, അത് ചെയ്തു കൊടുത്ത് വലിയൊരു ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു മന്ത്ലി ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഒരു ലിമിറ്റിനപ്പുറം നമുക്ക് ആർട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റാതെ വരും. ഒരു ആർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമുക്ക് അടുത്ത് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷെ അവർക്ക് അത്തരത്തിൽ ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നില്ല. സോ അവിടെയാണ് ഞാൻ മറ്റ് കാര്യങ്ങളിലോട്ട് കൂടി ഇൻവോൾവ് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, ക്ലാസ്സും കാര്യങ്ങളിലോട്ടൊക്കെ മാറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിൻ്റെ രീതിയിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേത് ജോബ് ചെയ്യുന്നതിനേക്കാളും മറ്റെന്ത് ചെയ്യുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള ഇൻകം നമുക്ക് ആർട്ടിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കണമെന്ന് മാത്രം. നമ്മുടെ പാഷനെ, നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തെ വലിയൊരു വരുമാന മാർഗമാക്കിയിട്ട് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ട് കൂടെ. സോഷ്യൽ മീഡിയയുടെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട് ഈ ലോകം മുഴുവൻ നമ്മുടെ ആർട്ട് വർക്കിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ആർട്ടിലൂടെ വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കട്ടെ.